ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. ഇതിന് എലാസ്റ്റിക് കട്ട് ചെയ്യേണ്ട, പിന്നെ സൈഡ് ഹെമ്മിങ് ചെയ്യേണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഓർഗൻസ മെറ്റീരിയൽ, ഇതുപോലെ സിൽക്ക് മെറ്റീരിയൽ, ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല റേറ്റാണ്. മീറ്ററിന് 250 രൂപ റേറ്റുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഒരു മീറ്ററിന് കേട്ടോ. അപ്പോൾ ഇത് അതിലാണ് ഇപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചു. അത് തയ്ച്ച ശേഷം അതിൻ്റെ തയ്യൽ തുമ്പ് പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ ഇതുപോലെ പതിച്ചടിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹെമ്മിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ബിസിനസ്സായി ചെയ്താൽ നല്ലൊരു വരുമാനമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് സ്ഥിരമായിട്ട് ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് കടകളിൽ കൊടുക്കുക, സ്വന്തമായിട്ട് ഓൺലൈൻ വഴിയായിട്ട് ഇത് സെയിൽ ചെയ്യാം. ഇത് മാത്രമായിട്ട് ചെയ്യുന്നവർക്ക് അത് ഓക്കെ, ഇത് മാത്രമായിട്ട് ചെയ്യുന്ന നല്ലൊരു വരുമാനം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഇത് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ഇത് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റ് ചാനലുകൾ നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ നോക്കി പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്ത് കാണിച്ചതിന് ഇതുപോലത്തെ ചെറിയൊരു നമ്മുടെ ഒരു ബണ്ണുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെ ഹെമ്മിങ് ചെയ്യാനോ സൈഡിൽ ഇരുന്ന് തുന്നാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അലാസ്റ്റിക് കട്ട് ചെയ്യേണ്ട, നമുക്ക് അലാസ്റ്റിക്കുകൾ കട്ട് ചെയ്യാണ്ട് ഇങ്ങനത്തെ സംഭവമാണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കുറേ കാലം നിൽക്കുകയും ചെയ്യും. ഈ ഒരു അലാസ്റ്റിക് പെട്ടെന്ന് കേട് വരുന്ന പോലത്തെ അല്ല, ബണ്ണ് പെട്ടെന്ന് കേട് വരുന്ന പോലത്തെ അല്ല. സാധാരണ ഒരു മാസ്കിനൊക്കെ തയ്ക്കുന്ന ഒരു 1/4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ കേട് വരും. അത് വല്ലാണ്ട് വലിയും. ചില അലസ്റ്റിക്കൊക്കെ നല്ലോണം വലിയും. പിന്നെ നൂല് അലസ്റ്റിക്കിൽ തന്നെ ബണ്ണ് പോലെ വരുന്നുണ്ട്, അത് നന്നായി വലിയണമെന്നാണ്. അപ്പോൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇട്ടിട്ടാണ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു സ്ക്രഞ്ചിയുടെ റേറ്റ് നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് പറഞ്ഞത്. ഇത് നമുക്ക് വീതി കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കാം. ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്കിത് ഫോൾഡ് ചെയ്യുന്നതിൻ്റെ അളവ് നമുക്ക് കൂടുതൽ കിട്ടുന്നേ ഉള്ളൂ. വീതി കുറയ്ക്കണമെങ്കിൽ വീതി കുറയ്ക്കുകയും ചെയ്യാം. വീതി കുറഞ്ഞ രീതിയിലുള്ള സ്ക്രഞ്ചി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ വലിച്ചെടുക്കുന്ന രീതി, കുറച്ച് ദൂരം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഈ രീതിയുണ്ട്. ആ ഒരു രീതിയും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ 2-3 ഐഡിയാസ് ഇതിനകത്ത് നിന്ന് ഭയങ്കര പ്രധാനപ്പെട്ടത്. ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിതൊരു ചെറിയ ബിസിനസ്സായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഇല്ലാത്തവർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്ക്കുന്ന രീതിയിൽ കൈ കൊണ്ട് തുന്നുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഷോർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമുക്ക് ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും മെഷീൻ എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കത് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളവർക്ക് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ കടകളിൽ സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് ഫീൽഡിൽ നമുക്ക് സെയിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. പക്ഷേ നമ്മൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും നമ്മൾ സ്റ്റിച്ചിങ് പെർഫെക്ഷനും ഒക്കെ കൂട്ടേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വളരെയധികം ചെക്കിങ് ആയിരിക്കും. അതിനനുസരിച്ച് ഫാസ്റ്റിൽ തയ്ക്കാണ്ട് സ്ലോയിൽ തയ്ച്ച് പെർഫെക്ഷൻ കൂട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഒരു നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓർഗൻസ മെറ്റീരിയലൊക്കെ റേറ്റ് കൂടുതലാണ് കേട്ടോ. അതുപോലെ സിൽക്ക് മെറ്റീരിയലും നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ കോട്ടൺ മെറ്റീരിയൽ നമുക്ക് വേസ്റ്റ് ക്ലോത്തൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് അത്ര റേറ്റൊന്നും കിട്ടില്ല, ചെറിയ റേറ്റേ കിട്ടുള്ളൂ. ക്ലോത്തിൻ്റെ റേറ്റും അതിനകത്ത് ഇടുന്ന നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് നമുക്ക് കൂട്ടാവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.